പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പറഞ്ഞ മഹാവാക്യം ഇതാണ്: ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം. ഇത് രാമായണത്തിൽ ലങ്കാ വിജയത്തിനു ശേഷം വിഭീഷണനോട് ലക്ഷ്മണനോടും ശ്രീരാമൻ പറയുന്ന വാക്കുകളാണ്. സ്വർഗ സമാനമായ ലങ്കയെ പോലും ഉപേക്ഷിച്ച് ജന്മഭൂമിയിലേക്കും അമ്മയിലേക്കുമുള്ള ഭക്തിയെയാണ് ഈ വാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. ദേശസ്നേഹവും മാതൃഭക്തിയും ഒരുമിച്ച് വിളിച്ചോതുന്ന ശാശ്വത സന്ദേശമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ലളിതമായി, വളരെ മനോഹരമായി നമ്മുടെ വത്സേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട വത്സേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്, പ്ലീസ്. മോനെ, പെറ്റമ്മയും പിറന്നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന്. ശരിയാണ്. അവിടെ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് സ്വർണ്ണമയമായ ലങ്കയുണ്ട്, നമുക്കിവിടെ കൂടിക്കൂടെ, ഉണക്ക് അയോധ്യ പോണമെന്ന്. അപ്പോഴാണ് രാമൻ പറയുന്നത്, പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡ രാമൻ നമുക്ക് എന്ന മഹാമന്ത്രമാണ് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി എന്ന്. പിറന്ന നാടിനെ പെറ്റമ്മയെ സ്വർഗം പോലെ കാണണമെന്ന്. നമ്മുടെ സ്വർഗം വേറെ എവിടെയുമല്ല. നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് നമ്മൾ സ്വർഗമാക്കുന്നത്. നമുക്ക് മോക്ഷമാണുള്ളത്. ബാക്കിയുള്ളവർ വെടിവെക്കുന്നത് എന്തിനാണ്? വെടിവെക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. പക്ഷെ നമ്മൾ ഈ ഭൂമിയെ സ്വർഗമാക്കുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിച്ച്, വേദനിക്കുന്നവരെ സഹായിച്ച്, അവർക്കെല്ലാം നന്മ ചെയ്ത്, അങ്ങനെയാണ് മോക്ഷം. എന്താണ് മോക്ഷം? അർത്ഥത്തെയും കാമത്തെയും ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ചാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കൈവരുന്ന അവസ്ഥയാണ് മോക്ഷമെന്നാണ് ചതുർവിധ പുരുഷാർത്ഥത്തിലൂടെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും കൊന്നാൽ മോക്ഷം കിട്ടും.